ശരി, രണ്ട് ചോദ്യം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഷീ സെയ്സ് ഐ വാസ് റീഡിംഗ് ന്യൂസ് പേപ്പർ. അടുത്തത് ഹി സെയ്സ് ഐ റോട്ട് എ ലെറ്റർ അല്ലെ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ സെയ്സ് ആണ് അല്ലെ, സെയ്സ് ആണ്. കണ്ടോ നിങ്ങൾ, ഞാൻ ഇത്ര നേരം പറഞ്ഞ സെഡ് സെഡ്, ഷീ സെഡ്, രാമൻ സെഡ്, റഹീം സെഡ്, ദേ സെഡ്, ഹി സെഡ് സെഡ് ഒക്കെ സെഡ് ആണ്. പക്ഷെ ഇവിടെ സെഡ് അല്ല, എന്താണ്, സെയ്സ് ആണ്. ഓക്കെ, ഷീ. അപ്പൊ പറയാം ഷീ, പറയാം, ആൻസർ പറയാം ഷീ. അപ്പൊ എന്താ ഷീ സെയ്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ പറയുന്നു, പറയുന്നു. സെഡ് പറഞ്ഞാൽ പറഞ്ഞു, പറഞ്ഞു. സെഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞു. സെയ്സ് പറഞ്ഞാലോ പറയുന്നു. അവൾ പറയുന്നു എന്താ, ഐ വാസ് റീഡിംഗ് ന്യൂസ് പേപ്പർ. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ഒരു പെൺകുട്ടി നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്, എന്താ പറയുന്നത്, ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് അവൾ പറയുന്നത്. പറഞ്ഞു എന്നല്ല, പറയുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ മാറ്റം പറ്റാൻ ശ്രദ്ധിച്ചോളൂ. ഷീ സെയ്സ്, ഷീ സെയ്സ്. സെഡ് ആണെങ്കിലും സെയ്സ് ആണെങ്കിലും ദാറ്റ് ചേർക്കണം, മറക്കരുത് കേട്ടോ. ഷീ സെയ്സ്, അവൾ പറയുന്നു അല്ലെ, ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരോട് പറയും ഈ കാര്യം? അവൾ പറയുന്നു അവൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അവൾ പറയുന്നു അവൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അല്ലെ. ഓക്കെ, അപ്പൊ ഷീ സെയ്സ് ദാറ്റ് അല്ലെ, ഷീ സെയ്സ് ദാറ്റ്. ഇനി ശ്രദ്ധിക്കണം എല്ലാവരും, ഇവിടെ ഐ വാസ് റീഡിംഗ് ന്യൂസ് പേപ്പർ അല്ലെ. ഈ സെയ്സ് എന്ന് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. നോക്കുക, അവിടെ ഐ എന്തായിട്ട് മാറും? ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും അല്ലെ. ഷീ, അതൊക്കെ മാറ്റണം. ഐ എന്തെങ്കിലും ഹി അല്ലെങ്കിൽ ഷീ ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അതൊക്കെ മാറ്റണം. ഇവിടെ ഐ ഷീ ആയിട്ട് മാറും. ഇവിടെ പെണ്ണായതുകൊണ്ട് ഷീ ആയിട്ട് മാറും. ഇനി ശ്രദ്ധിക്കണം, അതിനുശേഷം ഒരാൾ വരും. അത് ഒരിക്കലും നിങ്ങൾ മാറ്റാൻ പാടില്ല. ശ്രദ്ധിക്കണം, ഇവിടെ നോക്കണം, ഇവിടെ വാസവേറാണോ, താഴെയും അതേപോലെ വാസവേർ. ഇവിടെ ഈസ് ആമാണോ, താഴെയും അതേപോലെ ഈസ് ആം. ഇവിടെ വില്ലാണോ, താഴെയും വില്ല്. ഇവിടെ ക്യാൻ ആണോ, താഴെയും ക്യാൻ. ഇവിടെ മേ ആണോ, താഴെയും മേ. ഇവിടെ മസ്റ്റ് ആണോ, താഴെയും മസ്റ്റ്. അത് മാറ്റം വരുത്താൻ പാടില്ല, മറക്കരുത്. മനസ്സിലായോ? ഇവിടെ സെഡിനെ കാണുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈസും ആമും ഉണ്ടെങ്കിൽ വാസ് ആക്കണം അല്ലെ. നീ വാസും വേറും കണ്ടാൽ ഹാഡ് ബീൻ ആക്കണം അല്ലെ. നീ ഹാസും ഹാവും കണ്ടാൽ ഹാഡ് ആക്കണം. വില്ല് വുഡ് ആക്കണം, ഷാള് ഷുഡ് ആക്കണം. അത് എപ്പോ? ഇവിടെ സെഡ് എന്നാണെങ്കിൽ, സെഡ് എന്നാണെങ്കിൽ. ഇവിടെ സെഡ് ആണോ? അല്ല, ഇവിടെ സെയ്സ് ആണ്. അപ്പോ ഇവിടെ നോക്കുക, ഇവിടെ തള മാറ്റണം. ഇവിടെ ഐ ഉണ്ടെങ്കിൽ ഹിയും ഷീയും, ടുമോറോ ഉണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ഡേ, അതൊക്കെ മാറ്റണം അല്ലെ. ടുമോറോ ഉണ്ടെങ്കിൽ ദ ഫോളോയിങ് ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ, അതൊക്കെ മാറ്റണം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? യെസ്, ഇവിടുത്തെ ആളെ മാറ്റാൻ പാടില്ല. ഇവിടെ എന്താണ്, വാസ വേറുണ്ടെങ്കിൽ താഴെയും വാസ വേറ്. ഇവിടെ ഹാസ് എ ഹാവ് ആണോ, താഴെയും ഹാസ് എ ഹാവ്. ഇവിടെ ക്യാൻ ആണോ, താഴെ ക്യാൻ. ഇവിടെ മേ ആണോ, താഴെ മേ. അത് മാറ്റാൻ പാടില്ല. അത് വെച്ചുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ശരി, ഇവിടെ ഐ ആണ്, അതൊക്കെ ഐ ഉണ്ടെങ്കിൽ ഹി ഷീ ആക്കി മാറ്റണം. ഇവിടെ പെണ്ണായതുകൊണ്ട് ഷീ എഴുതുക. ഇവിടെ വാസ് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ സെയ്സ് എന്ന് വരുന്ന സമയത്ത് ഒരിക്കലും ഇവിടുത്തെ ആളെ മാറ്റാൻ പാടില്ല. ഈ രണ്ടാമത്തെ ആളുണ്ടല്ലോ, അതവിടെ ഉദ്ദേശിച്ചത്. ഈ രണ്ടാമത്തെ ആളെ ഒരിക്കലും മാറ്റാൻ പാടില്ല. ഇവിടെ വാസ വേറുണ്ടോ, താഴെ വാസ് വേർ. ഇവിടെ വില്ലാണോ, താഴെ വിൽ. ഇവിടെ ക്യാൻ ആണോ, താഴെ ക്യാൻ. ഇവിടെ ഹാസ് എ ഹാവ് ആണോ, താഴെ ഹാസ് എ ഹാവ്. ഇവിടെ വാസ വേറാണോ, താഴെ വാസ് വേർ. അത് എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. ഓക്കെ, ഇവിടെ വാസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ താഴെ വാസ് ചെയ്ത്, പിന്നെ റീഡിംഗ് അല്ലെ, അത് അതേപോലെ എടുത്ത് റീഡിംഗ് ന്യൂസ് പേപ്പർ. ഇതാണ് ആൻസർ വരിക കേട്ടോ, മറക്കരുത്. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ശരി. ഞാൻ അടുത്ത ചോദ്യം എന്താ? ഷീ സെയ്സ് ഐ റോട്ട് എ ലെറ്റർ. ഷീ സെയ്സ്, അവൾ പറയുന്നു ഐ റോട്ട് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതി. ഓക്കെ, അപ്പൊ പറയും എല്ലാവരും ഹി സെയ്സ്, സോറി ഹി സെയ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും പറയും ഹി സെയ്സ്, ഹി സെയ്സ് ദാറ്റ് അല്ലെ. ദാറ്റ് നെയ്ത സെഡ് ആണെങ്കിൽ സെയ്സ് ആണെങ്കിൽ എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം അല്ലെ. ഇവിടെ ഐ ആണ്, ഐ എന്തായിട്ട് മാറണം? ഇവിടെ ആണായതുകൊണ്ട് ഹി നെയ്ത്. ഓക്കെ, ശരി. പിന്നെ ഞാൻ പറഞ്ഞു അല്ലെ, ഈ രണ്ടാമത്തെ ആള് നോക്കുക. രണ്ടാമത്തെ ആള് ഇവിടെ നോക്കണം. ഇവിടെ ഈസാം ആണോ, താഴെ ഈസാം. ഇവിടെ വാസവറാണോ, താഴെ വാസവർ. ഇവിടെ വി വൺ ആണോ, താഴെ വി വൺ. ഇവിടെ വി ടു ആണോ, താഴെ വി ടു. ഇവിടെ ഹാസ് എ ഹാവ് ആണോ, താഴെ ഹാസ് ഹാവ്. അത് ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. സെയ്സ് എന്ന് വരുന്ന സമയത്ത് ആ രണ്ടാമത്തെ ആളെ ഒന്നും ചെയ്ത് അത് താഴെ അതേപോലെ എടുത്ത് എഴുതണം. ഇവിടെ റോട്ടാണ്, അത് വി ടു ആണ്. ഇവിടെ വി ടു ആണെങ്കിൽ അതേ ആളെ താഴെ എടുത്ത് എഴുതണം. അപ്പൊ എന്താ വരിക? ഹി റോട്ട് എ ലെറ്റർ. ഇതാണ് ശരി. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ സെയ്സ് എന്ന് വരുന്ന സമയത്ത് ഈ ഡയറക്റ്റ് സ്പീച്ചിൽ നോക്കി രണ്ടാമത്തെ ആളെ ഒരിക്കലും മാറ്റാൻ പാടില്ല. ഇവിടെ ഈസ് ആമാണെങ്കിൽ താഴെ ഈസ് ആം. ഇവിടെ വാസ വേറാണെങ്കിൽ താഴെ വാസ വേർ. ഇവിടെ ഹാസ് ഹാവ് ആണെങ്കിൽ താഴെ ഹാസ് ഹാവ്. ഇവിടെ വി വൺ ആണെങ്കിൽ താഴെ വി വൺ. ഇവിടെ വി ടു ആണെങ്കിൽ താഴെ വി ടു. അത് അതേപോലെ എഴുതണം. മറ്റുള്ള സാധനങ്ങളൊക്കെ മാറിയിട്ട് ഇവിടെ ഐ ഉണ്ടെങ്കിൽ ഹിയും ഷിയോ ഒക്കെ, വി ഉണ്ടെങ്കിൽ ദേ ഒക്കെ. ഇനി ടുമോറോ ഉണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ. ടുമോറോ എന്നുള്ളതിന് ദ നെക്സ്റ്റ് ഡേ എന്നും പറയാം, ദ ഫോളോയിങ് ഡേ എന്ന് പറയാം കേട്ടോ. ശ്രദ്ധിക്കണം, ടുമോറോ എന്ന് കണ്ടാൽ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ. യെസ്റ്റർഡേ കണ്ടാൽ ദ പ്രീവിയസ് ഡേ. അതൊക്കെ മാറ്റണം. അതേസമയം ഈ രണ്ടാമത്തെ ആളെ എന്ന് ചെയ്യാൻ പാടില്ല, മറക്കരുത് കേട്ടോ. ശരി, ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വേറൊരു ഭാഗമാണ്. ഒരു ചോദ്യം തന്നാൽ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം? ചോദ്യം ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കാം. അപ്പൊ മനസ്സിലാക്കാൻ പറ്റും അതൊരു ചോദ്യമാണെന്ന്. ഓക്കെ, ശരി. അപ്പൊ ചോദ്യം രണ്ട് തരത്തിലുണ്ട്. ചോദ്യങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അതിന്റെ ആൻസർ ഒന്നിലെ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. WH ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അത് W കൊണ്ടോ അല്ലെങ്കിൽ H കൊണ്ടോ ആരംഭിക്കും. W കൊണ്ട് ആരംഭിക്കുന്ന കുറെ ചോദ്യവാക്കുകളല്ലേ, വാട്ട്, വിച്ച്, വെൻ, വൈ, ഹു ഒക്കെ.
അത് W ചോദ്യങ്ങളാണ്. ഈ H കൊണ്ട് ആരംഭിക്കുന്ന ചോദ്യവാക്കുണ്ട്. ഹൗ, ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ലോങ് കുറെ ഉണ്ടല്ലേ. അപ്പൊ W കൊണ്ട് H കൊണ്ട് ആരംഭിക്കുന്ന ചോദ്യവാക്കുകൾ കൊണ്ട് ആരംഭിക്കുന്ന ചോദ്യം തന്നാൽ എങ്ങനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റണം. പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അതെന്താന്ന് ഞാൻ പറയാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തന്നാൽ അത് എങ്ങനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റണം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം ചോദ്യവാക്ക് WH ക്വസ്റ്റ്യൻസ് കണ്ടാൽ എങ്ങനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാം, അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എന്താ ചോദ്യം? എന്താ? അമ്മു സെഡ് ടു മീ വാട്ട് ആർ യു ഡൂയിങ്. അമ്മു എന്നോട്, ഇവിടെ ചോദിച്ചു, ഇവിടെ സെഡിറ്റിന് ചോദിച്ചു എന്ന അർത്ഥത്തിൽ വേണം എടുക്കാൻ, കാരണം ഇതൊരു ചോദ്യമാണ് കണ്ടോ. അപ്പൊ ഇവിടെ സെഡിറ്റിന്റെ അർത്ഥം എന്താ? പറഞ്ഞു എന്നല്ല, ചോദിച്ചു എന്ന അർത്ഥത്തിൽ എടുക്കണം. ഓക്കെ ഓക്കെ. അമ്മു സെഡ് ടു മീ, അമ്മ എന്നോട് ചോദിച്ചു വാട്ട് ആർ യു റീഡിങ്, നീ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ സെഡിറ്റിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇതൊരു പ്രസ്താവനയാണെങ്കിൽ പറഞ്ഞു, ഇതൊരു ചോദ്യമാണെങ്കിൽ ചോദിച്ചു, ഇതൊരു ആജ്ഞയാണെങ്കിൽ ആജ്ഞാപിച്ചു, അപേക്ഷയാണെങ്കിൽ അപേക്ഷിച്ചു, അങ്ങനെ അർത്ഥം എടുക്കണം. ഓക്കെ. ഇവിടെ അമ്മു സെഡ് ടു മീ, അമ്മ എന്നോട് ചോദിച്ചു എന്താ? വാട്ട് ആർ യു റീഡിങ്, നീ എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കാണണം, അമ്മു എന്നറിയപ്പെടുന്ന പെൺകുട്ടി നിങ്ങൾ ഓരോരുത്തരോട് ഒരു കാര്യം ചോദിക്കണം. എന്താ ചോദിച്ചത്? വാട്ട് ആർ യു റീഡിങ്, നീ എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അമ്മു നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാണ്? അമ്മു എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മുവിന്റെ വാക്കുകൾ അതേപോലെ വേറെ ഏതോ ഒരു വ്യക്തിയോട് നിങ്ങൾ പറയാണ്. അതാണ് ഡയറക്റ്റ് സ്പീച്ച് അല്ലെ. അമ്മു നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കാൻ എന്താ ചോദിച്ചത്? വാട്ട് ആർ യു റീഡിങ്, നിങ്ങൾ എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അമ്മു അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അമ്മു നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കാണ് വാട്ട് ആർ യു റീഡിങ്, നീ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? അമ്മു എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മുവിന്റെ വാക്കുകൾ അതേപോലെ വേറെ ഏതോ ഒരു വ്യക്തിയോട് അവതരിപ്പിക്കുകയാണ്. അതാണ് ഡയറക്റ്റ് സ്പീച്ച്, അതാണ് ചോദ്യം. ഇനി അത് അമ്മു നിങ്ങളോട് ചോദിച്ച കാര്യം നിങ്ങളുടെ ഭാഷയിലൂടെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയുമോ? അതിനെന്തെന്ന് പറയാം? ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ പറയാം? നിങ്ങളുടെ ഭാഷയിലോട്ട് എങ്ങനെ മാറ്റം വരുത്തുക? അമ്മു എന്നോട് ചോദിച്ചു നീ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ പറയാം? അമ്മു എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് അല്ലെ, ഞാൻ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അമ്മു എന്നോട് ചോദിച്ചു. അതല്ലേ പറയാം, ഞാൻ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലേ. അമ്മ എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇവിടെ യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഐ എന്നായിട്ട് മാറും അല്ലെ. ശരി, അങ്ങനെ മനസ്സിൽ കണ്ടു നോക്കിയാൽ മതി. ഇവിടെ യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. കാരണം അമ്മ എന്നോടാ ചോദിച്ചത്. അമ്മ എന്നോട് ചോദിച്ചു നീ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? അമ്മ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മുവിന്റെ വാക്കുകൾ അതേപോലെ നിങ്ങൾ വേറൊരാളോട് പറഞ്ഞാൽ അത് ഡയറക്റ്റ് സ്പീച്ച്, അതാണ് ചോദ്യം. ഇനി അമ്മു എന്നോട് ചോദിച്ചു, അത് നിങ്ങളുടെ ഭാഷയിലൂടെ കൊണ്ടുവരും. എങ്ങനെയാ? അമ്മ എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, യു എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. ഓക്കെ. ഇനി പറയൂ അമ്മു അല്ലെ. അമ്മു സെഡ് അല്ലെ. അമ്മു സെഡ് ടു എന്താക്കി മാറ്റണം? ഇതൊരു ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ആ സെഡ് ടു എന്താക്കി മാറ്റണം? ആസ്ക്ഡ് അല്ലെ. അമ്മു ആസ്ക്ഡ്, ഇവിടെ മീന്നോ ഹിംന്നോ ആരെങ്കിലും ഉണ്ടാവും, അത് അതേപോലെ എടുത്ത് എഴുതണം. ആസ്ക്ഡ് മീ അല്ലെ. അമ്മ എന്നോടല്ല ചോദിച്ചത്, ആസ്ക്ഡ് മീ. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സെഡ് ടു എന്നുള്ളത് ടോൾഡ് ആയാലും സെഡ് ടു എന്നുള്ളത് എക്സ്ക്ലൈമഡ് ആയാലും മാത്രമേ ദാറ്റ് ചേർക്കാൻ പാടുള്ളൂ. വേറെ ഒന്നിനും എന്ത് ചേർക്കാൻ പാടില്ല? ദാറ്റ് ചേർക്കാൻ പാടില്ല, മറക്കരുത്. ഓക്കെ. ഇനി ചെയ്യേണ്ട കാര്യം നോക്കൂ, ഇത് W കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഡയറക്റ്റ് സ്പീച്ചില് ആദ്യത്തെ വാക്ക് W കൊണ്ടോ H കൊണ്ടോ ആരംഭിച്ചിരിക്കുന്ന ചോദ്യമാണ്. നോക്കുക, യെസ് ചോദ്യമാണ്. W കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ചോദ്യമാണ് അല്ലെ. അപ്പോ ഡയറക്റ്റ് സ്പീച്ചിലെ ആദ്യത്തെ വാക്ക് W കൊണ്ടോ H കൊണ്ടോ ആരംഭിച്ചിരിക്കുന്ന ചോദ്യമാണെങ്കിൽ ആ ചോദ്യവാക്കിന് അതേപോലെ എടുത്ത് എഴുതുക. ആ ചോദ്യവാക്കിന് എന്ത് ചെയ്യുക? അതേപോലെ എടുത്ത് എഴുതുക. പിന്നീട് തൊട്ട് എഴുതേണ്ടത് സബ്ജക്റ്റ് എഴുതേണ്ടത്, പിന്നീട് തൊട്ട് എഴുതേണ്ടത് സബ്ജക്റ്റ്, പിന്നീട് തൊട്ട് എഴുതേണ്ടത് ഓക്സിലറി വെർബ് എഴുതേണ്ടത്, പിന്നീട് തൊട്ടെന്താ എഴുതേണ്ടത്? ഓക്സിലറി വെർബ്, പിന്നീട് തൊട്ട് എഴുതേണ്ടത് മെയിൻ വെർബ് എഴുതേണ്ടത്, പിന്നീട് തൊട്ടെന്താ എഴുതേണ്ടത്? മെയിൻ വെർബ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യണം. എപ്പോ? സെഡ് ടു അല്ലെ. എന്താ ഞാൻ പറഞ്ഞത്? സെഡ് ടു എന്നുള്ളത് നോക്കണം, ഇതൊരു ചോദ്യമാണ്. അപ്പൊ എന്താക്കി മാറ്റണം? ആസ്ഡ്. അമ്മു ആസ്ഡ്, ഇവിടെ മീ ഉണ്ട്, മീൻ അതേപോലെ എടുത്തില്ല. എന്നിട്ട് നോക്കുക, ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഉടനെ W കൊണ്ടോ H കൊണ്ടോ ആരംഭിച്ചിരിക്കുന്ന ചോദ്യവാക്കുണ്ടോ നോക്കുക, ഉണ്ട്, വാട്ട്. ആ ചോദ്യവാക്കിന് എന്ത് ചെയ്യുക? അതേപോലെ എടുത്തിരുന്നത്. പിന്നീട് തൊട്ടെന്തായിരുന്നത്? സബ്ജക്ട്, പിന്നീട് തൊട്ടെന്തായിരുന്നത്? ഓക്സിലറി വെർബ്, പിന്നീട് തൊട്ടെന്തായിരുന്നത്? മെയിൻ വെർബ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, ശരി. അപ്പൊ വാട്ട് ആയിട്ട് ഇവിടെ സബ്ജക്ട്, അതൊക്കെ ഈ മൂന്ന് സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിന് ഓർഡറിൽ അങ്ങോട്ട് കൊണ്ടുവരാം. സബ്ജക്ട്, ഇവിടെ സബ്ജക്ട് ആയ യു ആണ്. യു എന്തായിട്ട് മാറുന്നുണ്ട്? ഐ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. തീർച്ചയായിട്ടും അത് താഴെ കൊണ്ടുവരാം. ഇനി ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്സിലറി വെർബ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താ ഓക്സിലറി വെർബ് പറഞ്ഞാല്? ഇംഗ്ലീഷിൽ മൊത്തം എത്ര ഓക്സിലറി വെർബാണുള്ളത്? ഇംഗ്ലീഷിൽ മൊത്തം 24 ഓക്സിലറി വെർബാണുള്ളത്. കേട്ടിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ മൊത്തം എത്ര ഓക്സിലറി വെർബാ? 24 ഓക്സിലറി വെർബ്. അതിൽ നമുക്ക് PSCക്ക് വേണ്ടത് ഒരു 20 ഓക്സിലറി വെർബാണ്. അതിന്റെ അകത്ത് കടന്നാണ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. PSCക്ക് വേണ്ടത് ഒരു 20 ഓക്സിലറി വെർബാണ്. അതിന്റെ അകത്ത് കടന്നാണ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അത് ഞാൻ പറയാം. ഇതൊക്കെയാണത്: ഈസ്, ആം, ആർ, വാസ്, വേർ, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്,
ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, മസ്റ്റ്. ഈ 20 ഓക്സിലറി വെർബിന്റെ അകത്ത് കടന്നാണ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ഒന്നുകൂടി ഞാൻ പറയാം, ഇംഗ്ലീഷിൽ മൊത്തം എത്ര ഓക്സിലറി വെർബ്? 24 ഓക്സിലറി വെർബ്. അത് നമുക്ക് PSC ക്ക് വേണ്ടത് ഒരു 20 ഓക്സിലറി വെർബ്. അതിന്റെയൊക്കെയാണ് ഒന്നുകൂടി ഞാൻ പറയാം. ഈസ്, ആം, ആർ, വാസ്, വേർ, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, മസ്റ്റ്. ഓക്കെ, ശരി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഒരു W അല്ലെങ്കിൽ H ചോദ്യം കൊണ്ട് തുടങ്ങുന്ന, ചോദ്യവാക്ക് കൊണ്ട് തുടങ്ങുന്ന ഒരു സെന്റൻസിനെ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം അതാണ് പറയാൻ പോകുന്നത്. അവിടെ സെഡ് ടു ആസ്ക്ഡ് ആക്കി മാറ്റാം. ഇനി ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞുടനെ ഒരു ചോദ്യവാക്ക് ഉണ്ടാവുന്ന ഉറപ്പ്, അത് അതേപോലെ താഴെ കൊണ്ടുവരിക. പിന്നീട് തൊട്ടതിന്റെ സബ്ജക്ട് ഇവിടെ I ആണ്. പിന്നെ എഴുതേണ്ടത് ഓക്സിലറി വെർബ്. ഞാൻ പറഞ്ഞ 20 ഓക്സിലറി വെർബിൽ ആരെങ്കിലും ഒരാളുണ്ടോ? ഇവിടെ ഉണ്ട്, 6 ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം 6 കണ്ടാൽ എന്താക്കി മാറ്റണം? വാസും അല്ലെങ്കിൽ വേറെ ആക്കി. സെഡ് ടു ആണ് ഇവിടെ, സെഡ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റണം നിങ്ങൾ. സെഡ് എന്ന് കണ്ടാൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 6 കണ്ടാൽ എന്താക്കി മാറ്റണം? വാസ് അല്ലെങ്കിൽ വേർ എന്നാക്കി മാറ്റണം. വാസ് അല്ലെങ്കിൽ വേർ എന്നാക്കി മാറ്റണം അല്ലെ. ഇവിടെ I ആണ്. I വരുന്ന സമയത്ത് വാസ വേറോ, I വരുന്ന സമയത്ത് വാസ വേറോ, വാസ് ആണ്. I was. അപ്പൊ സബ്ജക്റ്റ് ആയി, ഓക്സിലറി വെർബ് ആയി അല്ലെ. ഓക്കെ, ഇനി മെയിൻ വെർബ്. മെയിൻ വെർബ് ഇവിടെ ആരാ? വാട്ട് ആർ യു റീഡിംഗ് അല്ലെ, വായിക്കുക. മെയിൻ വെർബ് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാണ് മെയിൻ വെർബ് പറയുക. ഇവിടെ റീഡിംഗ്, വായിക്കുക ഇവിടെ ഉണ്ട്. അത് ആ സബ്ജക്ട് കൈയുടെ ഓക്സിലറി വെർബ്, അത് ഉടനെ മെയിൻ വെർബ് ചെയ്ത് അവിടെ മെയിൻ വെർബ് ആരാ? റീഡിംഗ്. അത് അതേപോലെ കൊണ്ടുവരിക. അപ്പൊ എന്താ ആൻസർ വരിക? മൈ ഫാദർ, അമ്മോ ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് റീഡിംഗ്. ഇതാണ് ആൻസർ വരിക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോ ഒരു ചോദ്യവാക്ക് തന്നിട്ട്, ചോദ്യവാക്ക് W കൊണ്ടോ H കൊണ്ടോ ആരംഭിക്കുന്ന ഒരു ചോദ്യവാക്ക് കൊണ്ട് ആരംഭിക്കുന്ന ഒരു ചോദ്യം തന്നിട്ട് നിങ്ങളോട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സെഡ് ടു എന്നുള്ളത് എന്താക്കി മാറ്റാം? ആസ്ക്ഡ്. പിന്നെ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞുടനെ ഒരു W കൊണ്ട് H കൊണ്ട് ആരംഭിക്കുന്ന ചോദ്യവാക്ക് ഉണ്ടാവും. അത് അതേപോലെ എടുത്ത് ചെയ്ത് പിന്നീട് തൊട്ടതിന്റെ സബ്ജക്ട്, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ മെയിൻ വെർബ്. അതൊക്കെ അവിടെ ഉണ്ടാവും. അത് മാറ്റം വരുത്തുന്നതൊക്കെ മാറ്റം വരുത്തി താഴെ കൊണ്ടുവരിക. ഓക്കെ, ശരി. ഒരു ചോദ്യം കൂടി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഷീല സെഡ് ടു മീന ഹൗ ക്യാൻ യു വിൻ ദ മാച്ച്. ഷീല സെഡ് ടു മീന ഹൗ ക്യാൻ യു വിൻ ദ മാച്ച്. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിൽ കാണണം, ഷീല എന്നറിയപ്പെടുന്ന പെൺകുട്ടീനും മീന എന്നറിയപ്പെടുന്ന പെൺകുട്ടീനും. ഷീല മീനയോട് ഒരു കാര്യം ചോദിക്കുക. എന്താ ചോദിച്ചത്? ഹൗ ക്യാൻ യു വിൻ ദ മാച്ച്. നിനക്ക് എങ്ങനെ ആ കളി വിജയിക്കാൻ കഴിയും? അല്ലെ, മനസ്സിലായോ? ഷീല എന്നറിയപ്പെടുന്ന പെൺകുട്ടി മീനയോട് പറയാണ് നിനക്ക് എങ്ങനെ ആ കളി വിജയിക്കാൻ കഴിയും. ഇതാണ് ചോദിച്ചത്. ഓക്കെ, ഇതൊരു ചോദ്യമാണ്. ഇവിടെ സെഡ് ചോദിച്ചു എന്ന അർത്ഥത്തിൽ എടുക്കണം, കാരണം ഇതൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ ചോദിച്ചു, ആസ്ക്ഡ് എന്ന അർത്ഥത്തിൽ വേണം എടുക്കാൻ. ചോദിച്ചു. അപ്പൊ ഷീലയാണ് മീനിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. ഷീല മീനയുടെ മുഖത്ത് നോക്കി ചോദിക്കുക, ഹൗ ക്യാൻ യു വിൻ ദ മാച്ച്. നിനക്ക് എങ്ങനെ ആ കളി വിജയിക്കാൻ കഴിയും? അല്ലെ, അത് നിങ്ങൾ ഓരോരുത്തരും കേട്ടു. ഷീല മീനയോട് ചോദിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? അത് നിങ്ങൾ ഓരോരുത്തരും കേട്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഷീല മീനയോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഷീലന്റെ വാക്കുകൾ അത് അതേപോലെ വേറൊരാളോട് അവതരിപ്പിക്കുകയാണ്. വേറൊരാളോട് നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. മനസ്സിലായോ? ഷീല എന്നറിയപ്പെടുന്ന പെൺകുട്ടി മീന എന്നറിയപ്പെടുന്ന പെൺകുട്ടിയെ മനസ്സിലാക്കാണ്. ഷീല മീനയോട് ഒരു കാര്യം ചോദിക്കുക. എന്താ? ഹൗ ക്യാൻ യു വിൻ ദ മാച്ച്. അല്ലെ, ഷീല മീനയുടെ മുഖത്ത് നോക്കി ചോദിക്കുക, നിനക്ക് എങ്ങനെ ആ കളി വിജയിക്കാൻ കഴിയും. ഇതാണ് ഷീല മീനയോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യാണ്? ആ കേട്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഷീല മീനയോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കേട്ട കാര്യം അതേപോലെ വേറൊരാളോട് അവതരിപ്പിക്കുകയാണ്. അതാണ് ചോദ്യം. അതിനാണ് എന്തെന്ന് വിളിക്കുക? ഡയറക്റ്റ് സ്പീച്ച്. ഷീല മീനയോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ആ കളി വിജയിക്കാൻ കഴിയും. അതാണ് ചോദിച്ചത്. അത് അതേപോലെ വേറൊരാളോട് പറഞ്ഞ ഡയറക്റ്റ് സ്പീച്ച്. ഇനി അത് നിങ്ങളുടെ ഭാഷയിലൂടെ നിങ്ങൾ വേറൊരാളോട് അവതരിപ്പിക്കുകയാണ്. അല്ലെ, ഷീല മീനയോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ ഭാഷയിലൂടെ വേറൊരാളോട് പറയാണ്. അതിനാണ് എന്തെന്ന് വിളിക്കുക? ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ എങ്ങനെ പറയാ? ആ ഷീല മീനയോട് ചോദിച്ചു, അവൾക്ക് എങ്ങനെ ആ കളി വിജയിക്കാൻ കഴിയും. അങ്ങനല്ലേ പറയാ? അവൾക്ക് എങ്ങനെ ആ കളി വിജയിക്കാൻ കഴിയും. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇവിടെ യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഓക്കെ, ഇനി ചെയ്യാം. ഷീല സെഡ് ടു എന്താക്കി മാറ്റണം? അത് ചോദ്യമാണ്. അപ്പൊ സെഡ് ടു എന്താക്കി മാറ്റണം? ആസ്ക്ഡ് എന്നാക്കി മാറ്റണം. അല്ലെ, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ആസ്ക്ഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാളുണ്ടാവും, ഇവിടെ മീനോ ഹിംനോ മീനാന്നോ സലീമെന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് അതേപോലെ എടുത്ത് ചെയ്ത ഷീല ആസ്ക്ഡ് മീന. ഓക്കെ, ഇനി നോക്കുക. ഇത് H കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ചോദ്യവാക്കാണ് അല്ലെ. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സെഡ് ടു ടോൾഡ് ആയാലും സെഡ് ടു എക്സ്ക്ലൈമഡ് ആയാലും മാത്രം ഇവിടെ ദാറ്റ് ചേർക്കാൻ പാടുള്ളൂ. വേറെ ഒന്നിനും ഇവിടെ ദാറ്റ് ചേർക്കാൻ പാടില്ല. ഇവിടെ സെഡ് ടു ആസ്ക്ഡ് ആയിട്ട് മാറിയത്. അപ്പൊ ദാറ്റ് ഒന്നും അവിടെ ചേർക്കാൻ പാടില്ല. ഓർത്ത് വെക്കുക. ഇനി നോക്കുക, ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞുടനെ ഈ H കൊണ്ട് ആരംഭിക്കുന്ന ഒരു ചോദ്യവാക്കുണ്ട്, ഹൗ അല്ലെ. അപ്പൊ ചോദ്യവാക്ക് കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ എങ്ങനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാം? ആ ചോദ്യവാക്കിന് അതേപോലെ എടുത്ത് എഴുതാം.
അല്ലെ. പിന്നീട് തൊട്ടെന്തായിരുന്നത് സബ്ജക്ട്. പിന്നീട് തൊട്ടെന്തായിരുന്നത് ഓക്സിലറി വെർബ് അല്ലെ. പിന്നീട് തൊട്ടെന്തായിരുന്നത് മെയിൻ വെർബ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ സബ്ജക്ട് ആരാ? യു ആണ്. യു എന്തായിട്ട് മാറുന്നുണ്ട്? ഷീ ആയിട്ട് മാറുന്നുണ്ട്. എഴുതുക. ഇനി ഓക്സിലറി വെർബ് ഞാൻ പറഞ്ഞ 20 ഓക്സിലറി വെർബിൽ ആരെങ്കിലും ഉണ്ട്? ക്യാൻ അല്ലെ. ക്യാൻ എന്താക്കി മാറ്റണം? ഇവിടെ സെഡ് ആണ്, സെഡ് ടു ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റണം. ക്യാനിനെ കുട്ടാകണം, വില്ല് വുഡാകണം, V1 V2 അതൊക്കെ മാറ്റണം നിങ്ങൾ. ഇവിടെ ക്യാൻ ആണത്. ക്യാൻ എന്താക്കി മാറ്റണം? കുഡ് എന്നാക്കി മാറ്റണം അല്ലെ. ശരി. ഇനി അപ്പോ സബ്ജക്റ്റ് ആയി ഓക്സിലറി വെർബ്. ഇനി മെയിൻ വെർബ് ആരാ? ഇവിടെ വിജയിക്കുക അല്ലെ. ഹൗ ക്യാൻ യു വിൻ ദ മാച്ച്? നിങ്ങൾക്ക് എങ്ങനെ കളി വിജയിക്കാൻ കഴിയും? ഇവിടെ വെർബ് ആരാ? വിൻ അല്ലേ. ആ വിന്നിനെ എങ്ങനെ താഴെ എടുത്തില്ല? വിൻ ദ മാച്ച്. ഇതാണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ എന്താ ആൻസർ വരിക? ഷീല ആസ്ക്ഡ് മീന ഹൗ ഷീ കുഡ് വിൻ ദ മാച്ച്. ഇതാണ് ആൻസർ വരിക. ഓക്കെ. ശരി. അപ്പൊ ഇങ്ങനെയാണ് ഒരു W കൊണ്ടോ H കൊണ്ടോ ആരംഭിക്കുന്ന ഒരു ചോദ്യവാക്കിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ. ഇനി ഒരു യെസ് ഓർ നോ ചോദ്യത്തെ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. He said to me, are you happy? പിന്നെ ഇല്ല, she said to me, are you happy? പിന്നെ he said to her, have you passed +2? രണ്ട് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചിട്ട് ചോദ്യമാണ് അല്ലെ. അപ്പൊ നോക്കൂ നിങ്ങൾ ഇവിടെ ഈ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിയുടനെ ഇവിടെ 6 വന്നിട്ടുണ്ട്. ഇവിടെ എന്താ വന്നിട്ട്? ഹാവ് വന്നിട്ടുണ്ട് അല്ലെ. ഈ 6 ഹാവ് ഇതിനൊക്കെ എന്താ വിളിക്കുക? ഓക്സിലറി വെർബ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഓക്സിലറി വെർബ്. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് എന്തെന്ന് പറയാ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് വിളിക്കുക. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് എന്തെന്ന് വിളിക്കുക? ഇന്ററോഗേറ്റീവ് സെന്റൻസ് വിളിക്കുക. ഇന്ററോഗേറ്റീവ് സെന്റൻസ് പറഞ്ഞാൽ എന്താ? അത് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ഓക്കെ. ശരി. അപ്പൊ ഇന്ററോഗേറ്റീവ് സെന്റൻസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് WH ചോദ്യവാക്ക് കൊണ്ട് ആരംഭിക്കുന്ന ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഉണ്ട്. പിന്നെ ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിക്കുന്ന ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഉണ്ട്. അതിന്റെ വേറൊരു പേരാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വിളിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ പെടും. അതായത് അത് ഓക്സിലറി വെർബ് കൊണ്ടായിരിക്കും ആരംഭിക്കുക. ഓക്സിലറി വെർബ് ഓർക്കുണ്ടോ? ഈസ്, ആം, ആർ, വാസ്, വേർ, ക്യാൻ, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, മസ്റ്റ്. ഇതിനാണ് ഇത് വിളിക്കുക ഓക്സിലറി വെർബ്. അപ്പൊ ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക അതാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഷീൻ അതേപോലെ എടുത്ത് എഴുതുക. സെഡ് ടു എന്താക്കി മാറ്റണം? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ സെഡ് ടു എന്താക്കി മാറ്റണം? ആസ്ക്ഡ് അല്ലെ. ഇവിടെ മീനോ ഹിംനോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടാവും. അത് അതേപോലെ എടുത്തത്. ഇവിടെ മീൻ അതേപോലെ എടുത്തത്. ഇനി നോക്കൂ, ഇവിടെ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിയുമ്പോൾ എന്താ വന്നിരിക്കുന്നത്? ആർ എന്നറിയപ്പെടുന്ന ഓക്സിലറി വെർബ്. അപ്പൊ ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചോളൂ. പിന്നീട് തൊട്ടെഴുതണം. ഇവിടെ മീനോ ഹിം എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ തൊട്ടെഴുതേണ്ടത് വെദർ എന്നാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഈഫ് എന്നാണ് എഴുതേണ്ടത്. ഇതിൽ ആര് എഴുതിയത് ശരിയാ? വെദർ അല്ലെങ്കിൽ ഇഫ്. ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതണം. ഓക്കെ. പിന്നീട് തൊട്ടെഴുതേണ്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. പിന്നീട് തൊട്ടെഴുതേണ്ടത് സബ്ജക്ട്. പിന്നീട് തൊട്ടെഴുതേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യം ഓക്സിലറി വെർബ്. പിന്നീട് തൊട്ടെഴുതേണ്ടത് മെയിൻ വെർബ്. ഈ ഒരു സ്ട്രക്ചർ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഇവിടെ എക്സ്ട്രാ ഓർക്കാനുള്ളത് ഈഫ്, വെദർ അല്ലെങ്കിൽ ഇഫ്. ഇതാണ് ഇവിടെ ഓർക്കാനുള്ളത്. ഓക്കെ. അപ്പോ എന്താ പറഞ്ഞത്? ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ഇന്ററോഗേറ്റീവ് ചോദ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? അവിടെ ഓർക്കാനുള്ള കാര്യം ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കുക. പിന്നീട് തൊട്ടെഴുതേണ്ടത് സബ്ജക്ട്, പിന്നീട് തൊട്ടെഴുതേണ്ടത് ഓക്സിലറി വെർബ്, പിന്നീട് തൊട്ടെഴുതേണ്ടത് മെയിൻ വെർബ്. ഓക്കെ. ശരി. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ. ശരി. അപ്പൊ അതൊക്കെ ഇവിടെ ഉണ്ടാവും. ഈ സബ്ജക്ട്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ സബ്ജക്ട് ആരാ? യു ആണ് അല്ലെ. അപ്പൊ ഷീ സെഡ് ടു മീ, അവൾ എന്നോട് ചോദിച്ചു, ആർ യു ഹാപ്പി? നീ സന്തോഷവാനാണോ? ഇതാണ്. അപ്പൊ ഒരു പെണ്ണ് നിങ്ങൾ ഓരോരുത്തരോട് ചോദിക്കാണ്, നീ സന്തോഷവാനാണോ? ഇതാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാണ്? അവൾ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ച വാക്കുകൾ അതേപോലെ വേറെ ആൾക്കുമ്പോ അവതരിപ്പിച്ചാൽ അത് ഡയറക്റ്റ് സ്പീച്ച് ആയിട്ടില്ല. അവൾ എന്നോട് ചോദിച്ചു, നീ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ആ വാക്കുകൾ അതേപോലെ വേറെ ആളോട് പറഞ്ഞ ഡയറക്റ്റ് സ്പീച്ച് ആയി. ഇനി അത് നിങ്ങളുടെ ഭാഷയിലൂടെ നിങ്ങൾ എങ്ങനെ പറയാം? അതിനാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. എങ്ങനെ പറയാം? അവൾ എന്നോട് ചോദിച്ചു, ഞാൻ ഹാപ്പി ആണോ അല്ലെ. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇവിടെ യു എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. അവൾ എന്നോട് ചോദിച്ചു, ഞാൻ ഹാപ്പി ആണോ. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും? യു ഐ ആയിട്ട് മാറും. ഓക്കെ. ശരി. ഇനി ഇവിടെ സബ്ജക്ട്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ്. ഇത് നമ്മുടെ സബ്ജക്ട് ആരാ? യു എന്തായിട്ട് മാറുന്നുണ്ട്? ഐ ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഓക്സിലറി വെർബ്. ഇവിടെ ഓക്സിലറി വെർബ് ആരാ? ആറാണ്. ബാക്കിൽ നിങ്ങൾ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. 6 കണ്ടാൽ എന്താക്കി മാറ്റണം? വാസ് അല്ലെങ്കിൽ വേർ എന്നാക്കി മാറ്റണം. ഇവിടെ നോക്കൂ, ഐ ആണ്. ഐ വരുന്ന സമയത്ത് വാസ് വേർ, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാസ് ആണ് അല്ലെ. ഓക്കെ.
ഇനി നോക്കുക, ആർ യു ഹാപ്പി. ഇവിടെ മെയിൻ വെർബ് ഉണ്ടോ? ഈ ചോദ്യത്തിൽ ഇല്ല. മെയിൻ വെർബ് ഉണ്ടെങ്കിൽ അത് അതേപോലെ എടുത്ത് എഴുതണം, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം പിന്നെ താഴെ എഴുതുക, അത്രേ ഉള്ളൂ. മെയിൻ വെർബ് ഉണ്ടെങ്കിൽ അത് അതേപോലെ റീഡിങ്ങോ റൈറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതേപോലെ എടുത്ത് എഴുതണം. മെയിൻ വെർബ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം താഴെ എഴുതണം. ബാക്കിയുള്ള ഭാഗം ആരാ? ഹാപ്പി അല്ലേ? ഓക്കെ, അത് താഴെ അതേപോലെ എഴുതുക. അപ്പൊ എന്താ ആൻസർ വരിക? ഷീ സെഡ് ടു മീ ഇഫ് അല്ലെങ്കിൽ വെദർ ഐ വാസ് ഹാപ്പി. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം എന്താ? ഷീ സെഡ് ടു ഹർ ഹാവ് യു പാസ്ഡ് +2. ഷീ സെഡ് ടു ഹർ ഹാവ് യു പാസ്ഡ് +2. അപ്പോ ഹി സെഡ് ടു ഹർ ഹാവ് യു പാസ്ഡ് +2. അപ്പൊ ഒരു ആണ് പെണ്ണിനോട് ചോദിക്കാണ്. എന്താ ചോദിച്ചത്? ഹാവ് യു പാസ്ഡ് +2? നീ +2 പാസ്സായിട്ടുണ്ടോ? ഇതാണ് ഒരു ആണ് പെണ്ണിനോട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? നീ +2 പാസ്സായിട്ടുണ്ടോ? ഇതാണ് ആണ് പെണ്ണിനോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും കേട്ടു. അപ്പൊ ഒരു ആണ് ഒരു പെണ്ണിനോട് ഒരു കാര്യം ചോദിക്കുക, എന്താ? നീ +2 പാസ്സായിട്ടുണ്ടോ? ഇത് നിങ്ങൾ ഓരോരുത്തരും കേട്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ആ കേട്ട കാര്യം അതേപോലെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ വേറെ ഒരാൾക്ക് മുമ്പ് അവതരിപ്പിച്ച് നിങ്ങൾ, അല്ലെ? അതാണ് ഇവിടെ ചോദ്യം. അവൻ അവളോട് ചോദിച്ചു, നീ +2 പാസ്സായിട്ടുണ്ടോ? ഇതാണ് ഒരു ആണ് പെണ്ണിനോട് ചോദിക്കുന്നത്, അല്ലെ? അത് നിങ്ങൾ ഓരോരുത്തരും കേട്ടു. ആ കേട്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യാണ്? അവൻ അവളോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കേട്ട കാര്യം അതേപോലെ വേറെ ആളോട് പറഞ്ഞാൽ അത് ഡയറക്റ്റ് സ്പീച്ച്. ഇനി അവൻ അവളോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ അവളോട് ചോദിച്ച കാര്യം നിങ്ങളുടെ ഭാഷയിലൂടെ കൊണ്ടുവരാൻ, നിങ്ങളുടെ വാക്കുകളിലൂടെ കൊണ്ടുവരിക. എങ്ങനെ പറയാം നിങ്ങൾ? അവൻ അവളോട് ചോദിച്ചു, അവൾ +2 പാസ്സായിട്ടുണ്ടോ? അങ്ങനല്ലേ പറയാ? അവൾ +2 പാസ്സായിട്ടുണ്ടോ, അല്ലെ എന്ന് ചോദിച്ചു, അല്ലെ? അവനെ അവളോട് ചോദിക്കാണ്, അവൾ +2 പാസ്സായിട്ടുണ്ടോ, അല്ലെ? അപ്പൊ ഒരു കാര്യം ഉറപ്പ്, അവിടെ യു എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും, അല്ലെ? ശരി, ഇനി ചെയ്യാം. ഇനി പറയും എങ്ങനെ വരിക? ഹി സെഡ് ടു. സെഡ് ടു എന്താക്കി മാറ്റണം? ആസ്ക്ഡ്. ഹി ആസ്ക്ഡ് ഹർ. അല്ലെ? ഇനി നോക്കൂ, ഇതൊരു ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഇന്റർഗേറ്റീവ് സെന്റൻസ് ആണ്. ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഇന്റർഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പിന്നീട് തൊട്ടെന്തായിരുന്നത്? വെദർ അല്ലെങ്കിൽ ഇഫ്. ഇതിൽ ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പിന്നീട് തൊട്ടെന്തായിരുന്നത്? സബ്ജക്ട്. പിന്നീട് തൊട്ടെന്തായിരുന്നത്? സബ്ജക്ട്. പിന്നീട് തൊട്ടെന്തായിരുന്നത്? ഓക്സിലറി വെർബ്. പിന്നീട് തൊട്ടെന്തായിരുന്നത്? ഓക്സിലറി വെർബ്. പിന്നീട് തൊട്ടെന്തായിരുന്നത്? മെയിൻ വെർബ്. പിന്നീട് തൊട്ടെന്തായിരുന്നത്? മെയിൻ വെർബ്. ഓക്കെ, ശരി. അപ്പൊ പറയൂ, സബ്ജക്ട് ഇവിടെ യു ആണ്. യു എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. യു എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. പിന്നീട് തൊട്ടെന്തായിരുന്നത്? ഓക്സിലറി വെർബ്. അത് ഇവിടെ ഉണ്ട്, ഹാവ് ഉണ്ട്. അപ്പൊ ഞാൻ ബാക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഹാസും ഹാവ് ഒക്കെ കണ്ട് എന്താക്കി മാറ്റണം? ഹാസും ഹാവ് ഒക്കെ കണ്ട് എന്താക്കി മാറ്റണം? ഹാഡ് ആക്കി മാറ്റണം. ഇതൊക്കെ ബാക്കിൽ പറഞ്ഞ കാര്യമാണ്, അല്ലെ? പിന്നെ അപ്പൊ സബ്ജക്റ്റ് ആയി, ഓക്സിലറി വെർബ് ആയി. ഇനി മെയിൻ വെർബ്. മെയിൻ വെർബ് ആരാ ഇവിടെ? ഹാവ് യു പാസ്ഡ് +2. പാസ്ഡ് അല്ലേ? ജയിക്കുക, അതല്ല ഇതിന്റെ മെയിൻ വെർബ്. അത് താഴെ ഷീ ഹാഡ് പാസ്ഡ് +2. അപ്പൊ എന്താ ആൻസർ വരിക? ഹി ആസ്ക്ഡ് ഹർ ഇഫ് അല്ലെങ്കിൽ വെദർ. ഇതിൽ ആരെങ്കിലും ഒരാളെ ചോയ്സ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഇഫ് പറഞ്ഞാലും ശരിയാ, വെദർ പറഞ്ഞാലും ശരിയാ. ഇഫ് അല്ലെങ്കിൽ വെദർ ഷീ ഹാഡ് പാസ്ഡ് +2. ഇതാണ് ആൻസർ വരിക കേട്ടോ. ശരി. ഇനി ഒരു ഓർഡർ രൂപത്തിലുള്ള സെന്റൻസ് ആണെങ്കിൽ, ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ എങ്ങനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാം? അതൊരു ആജ്ഞയായിട്ടും ഒരു അപേക്ഷയായിട്ടും, അല്ലെ? ഇപ്പൊ കം ഹിയർ, ഇവിടെ വാ, അതൊരു ആജ്ഞയാണ്. ഗോ ദർ, അവിടെ പോ, അതൊരു ആജ്ഞയാണ്. ഹെൽപ്പ് ഹിം പ്ലീസ്. അത് പ്ലീസ് എന്ന പദം അതൊരു അപേക്ഷയാണ്. പ്ലീസ് ഉണ്ടെങ്കിൽ അത് അപേക്ഷയായിരിക്കും, റിക്വസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സെന്റൻസ് ആണെങ്കിൽ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം? അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ശ്രദ്ധിക്കണം. അവിടെ അതിലെ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് ഉണ്ടാവില്ല കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആജ്ഞയാണെങ്കിൽ, അതൊരു അപേക്ഷയാണെങ്കിൽ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഉടനെ ഐ നോ, ദേ നോ, യു നോ, വി നോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ആയിട്ട് വെർബ് ആയിരിക്കും വരിക. ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക് വെർബ് ആയിരിക്കും വരിക. ഓക്കെ, ശരി. ഹി സെഡ് ടു മീ ടേക്ക് ദ ബുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ സബ്ജക്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നോക്കണം, ഒന്നിലേക്ക് ആജ്ഞയായിരിക്കും അല്ലെങ്കിൽ അപേക്ഷയായിരിക്കും. ഇതൊരു അപേക്ഷയല്ല. അപേക്ഷയാണെങ്കിൽ പ്ലീസ് എന്ന പദം ഉണ്ടാവും. അപ്പൊ ഇത് ആജ്ഞയാണ്. അപ്പൊ ഒരു ആജ്ഞ രൂപത്തിലുള്ള സെന്റൻസിനെ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്? അതാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ഹി സെഡ് ടു മീ ടേക്ക് ദ ബുക്ക്. അപ്പൊ പറയും ഹി സെഡ് ടു ഇവിടെ എന്താക്കി മാറ്റണം? ഇതൊരു ഓർഡർ ആണ്, അല്ലെ? ടേക്ക് ദ ബുക്ക്, ആ പുസ്തകം എടുക്കുക, അതൊരു ഓർഡർ അല്ലേ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെഡ് ടു എന്നുള്ളത് ഒരു ആജ്ഞയാണെങ്കിൽ ഓർഡേഡ് എന്നാക്കി മാറ്റണം. ഒരു അപേക്ഷ ആണെങ്കിൽ റിക്വസ്റ്റഡ് എന്നാക്കി മാറ്റണം. ഇനി എന്താണ് എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ എക്സ്ക്ലൈംഡ് എന്നാക്കി മാറ്റണം. അതൊക്കെ ഓർക്കുന്നുണ്ടോ? ശരി. അപ്പൊ ഇവിടുത്തെ ഒരു ആജ്ഞയാണ്. അപ്പൊ എന്താക്കി മാറ്റണം? ഓർഡേഡ്. ഹി ഓർഡേഡ് മീ, അല്ലെ? ഹി ഓർഡേഡ് മീ. പിന്നെ വളരെ സിമ്പിൾ ആണ്. നോക്കുക, ഇതൊരു ആജ്ഞ രൂപത്തിലുള്ള സെന്റൻസ് ആണ്, അല്ലെ? ടേക്ക് ദ ബുക്ക്, ഇവിടെ ആ പുസ്തകം എടുക്കുക, അല്ലെ? കം ഹിയർ, ഇവിടെ വാ. ഗോ ദർ, അവിടെ പോ.
പിന്നെന്താണ് അങ്ങനെയൊക്കെ ഗെറ്റ് ദ ഫോൺ ഫോർ മീ, ആ ഫോൺ ഒന്ന് കൊണ്ടുപോവാ, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് ആജ്ഞയാണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഓർഡേർഡ് നാക്കുക. ഇവിടെ മീന്നോ ഹിം എന്തെങ്കിലും ഉണ്ടാവും, അത് അതേപോലെ എടുത്തിരുന്ന. പിന്നെ ഒന്നില്ലെങ്കിൽ ടു കൊണ്ട് ആരംഭിക്കണം, അല്ലെങ്കിൽ നോട്ട് ടു കൊണ്ട് ആരംഭിക്കണം. നോട്ട് ടു കൊണ്ട് ആരംഭിക്കണമെങ്കിൽ ഇവിടെ ഡോണ്ട് വെച്ച് തുടങ്ങണം. ഇവിടെ ഡോണ്ട് ഉണ്ടോ, ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഡോണ്ട് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നോട്ട് ടു എന്ന് എഴുതുക. ബാക്കിയുള്ള ഭാഗം അതേപോലെ താഴെ കൊണ്ടുവരിക, ഒരു മാറ്റം വരുത്തരുത്. ഇനി ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഡോണ്ട് ഇല്ലെങ്കിൽ ടു എന്ന് എഴുതുക. ബാക്കിയുള്ള ഭാഗം അതേപോലെ കൊണ്ടുവരിക, ഒരു മാറ്റം വരുത്താൻ പാടില്ല. സിമ്പിൾ ആണ്. അതിൽ ടു അല്ലെങ്കിൽ നോട്ട് ടു. നോട്ട് ടു എഴുതണമെങ്കിൽ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഡോണ്ട് വരും. അപ്പൊ അത് നോട്ട് ടു എന്നാക്കുക. ബാക്കിയുള്ള ഭാഗം മൊത്തം താഴെ കൊണ്ടുവരിക. ഈ ഡോണ്ട് ഇല്ലെങ്കിൽ ടു എന്ന് എഴുതുക. ബാക്കിയുള്ള ഭാഗം മൊത്തം കൊണ്ടുവരിക. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ഒരു ആജ്ഞ രൂപത്തിലുള്ള സെന്റൻസ് ആണെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക? അതിന് സെറ്റ് എന്താക്കി മാറ്റണം? ഓർഡേർഡ്. എന്നിട്ട് ഇവിടെ മീന്നോ ഹിംനോ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വരും, അത് അതേപോലെ എടുത്തില്ല. പിന്നെ ടു അല്ലെങ്കിൽ നോട്ട് ടു കൊണ്ട് ആരംഭിക്കുക. ടു അല്ലെങ്കിൽ നോട്ട് ടു അല്ലെ. നോട്ട് ടു കൊണ്ട് ആരംഭിക്കണമെങ്കിൽ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞിട്ട് ഡോണ്ട് വരാം. ഡോണ്ട് ടേക്ക് ദ ബുക്ക് ആണെങ്കിൽ നോട്ട് ടു എന്ന് എഴുതുക. ബാക്കിയുള്ള ഭാഗം മൊത്തം കൊണ്ടുവരാം. അതേസമയം ഡോണ്ട് ഉണ്ടോ ഇവിടെ? ഇല്ല. ഡോണ്ട് ഇല്ലെങ്കിൽ ടു എന്ന് എഴുതുക. ബാക്കിയുള്ള ഭാഗം മൊത്തം കൊണ്ടുവരാം. അപ്പൊ പറയാം എന്താ വരിക? ഹി ഓർഡേർഡ് മീ ടു ടേക്ക് ദ ബുക്ക്. ടു ടേക്ക് ദ ബുക്ക്. ഇതാണ് ആൻസർ വരിക. ടു ടേക്ക് ദ ബുക്ക്. അടുത്ത ചോദ്യം എന്താ? ഹി സെഡ് ടു മീ ഡോണ്ട് ടേക്ക് ദ ബുക്ക് അല്ലെ. അതാണ് ചോദ്യം. ഹി സെഡ് ടു മീ ഡോണ്ട് ടേക്ക് ദ ബുക്ക്. അപ്പൊ പറയും ഹി സെഡ് ടു എന്താക്കി മാറ്റണം? ഓർഡേർഡ്. ഇതൊരു ആജ്ഞയാണല്ലേ. അപ്പൊ ഓർഡേർഡ്. ഹി ഓർഡേർഡ്. ഇവിടെ മീന്നോ ഹിം എന്തെങ്കിലും ഉണ്ടാവും, അത് അതേപോലെ എടുത്ത് ചെയ്തോ അല്ലെ. ഇനി നോക്കൂ, ഇതൊരു ആജ്ഞയാണെന്ന് നിങ്ങൾക്ക് ചോദ്യം കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഉടനെ സബ്ജക്ട് ഇല്ലെങ്കിൽ ഐ നോ, ഹി നോ, ദേ നോ, വി നോ ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, അതൊന്നില്ലെങ്കിൽ ഒരു ആജ്ഞയായിരിക്കും അല്ലെങ്കിൽ അപേക്ഷയായിരിക്കും അല്ലെ. ഇനി അപേക്ഷയാണെങ്കിൽ അവിടെ പ്ലീസ് ഉള്ള പദം വരണം. ഇവിടെ പ്ലീസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതൊരു ആജ്ഞയാണ്. ഇനി നോക്കൂ, ഓക്കെ, ആജ്ഞ രൂപത്തിലുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ടു അല്ലെങ്കിൽ നോട്ട് ടു എന്ന് എഴുതുക. പിന്നെ ആ ബാക്കിയുള്ള ഭാഗം മൊത്തം കൊണ്ടുവരിക. നോക്കൂ, ഇവിടെ ഡോണ്ട് കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഡോണ്ട് കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ അതിനെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക? നോട്ട് ടു എന്നാക്കി മാറ്റുക. അതിന് ഡോണ്ടിന് എന്താക്കി മാറ്റുക? നോട്ട് ടു എന്ന് എഴുതുക. ബാക്കിയുള്ള ഭാഗം മൊത്തം കൊണ്ടുവരും. നോട്ട് ടു ടേക്ക് ദ ബുക്ക്. ഇതാണ് ആൻസർ വരിക. മനസ്സിലായോ? ഹി ഓർഡേർഡ് മീ നോട്ട് ടു ടേക്ക് ദ ബുക്ക്. ഓക്കെ, ശരി. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? she said to him help the beggar please അല്ലെ. she said to him help the beggar please. ഈ റിക്വസ്റ്റ് രൂപത്തിലുള്ളത് വളരെ റയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും പറയാം, ശ്രദ്ധിച്ചോളൂ. she said to me help the beggar please അല്ലെ. ഓക്കെ, അപ്പൊ പറയൂ. she അവൾ said to ഇവിടെ എന്താക്കി മാറ്റണം? ഇവിടെ നമുക്ക് പ്ലീസ് ഉള്ള പദമുണ്ട്. പ്ലീസ് അപേക്ഷയാണ് അല്ലെ. ദയവായി ആ ഭിക്ഷക്കാരനെ ഒന്ന് സഹായിക്കുക, അതാണ് അർത്ഥം. അപേക്ഷയാണ്. അപ്പൊ അപേക്ഷ രൂപത്തിലുള്ള സെന്റൻസ് ആണെങ്കിൽ എന്താക്കി മാറ്റണം? റിക്വസ്റ്റഡ് എന്നാക്കി മാറ്റണം. എന്താക്കി മാറ്റണം? റിക്വസ്റ്റഡ്. she requested him അല്ലെ. തീർച്ചയായിട്ടും. ഇനി നോക്കൂ, ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞുടനെ ഇവിടെ സബ്ജക്റ്റ് ഇല്ല. ഐ നോ, ഹി നോ, ദേ ആരുമില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ്, ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ. ഇതൊരു അപേക്ഷയാണ്, കാരണം പ്ലീസ് ഉള്ള പദമുണ്ട്. തീർച്ചയായിട്ടും അല്ലെ. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആജ്ഞയാണെങ്കിൽ അപേക്ഷ ആണെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നീടുള്ള ഭാഗം ടു അല്ലെങ്കിൽ നോട്ട് ടു കൊണ്ട് ആരംഭിക്കണം. ടു അല്ലെങ്കിൽ നോട്ട് ടു കൊണ്ട് ആരംഭിക്കണം അല്ലെ. ഓക്കെ, നോട്ട് ടു എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾക്കറിയാം, നോട്ട് ടു എഴുതണമെങ്കിൽ ഇവിടെ ഡോണ്ട് എന്നുള്ള പദം വരണം. ഇവിടെ ഉണ്ടോ ഡോണ്ട് എന്നുള്ള പദം? ഉണ്ടോ? ഇല്ല. ഡോണ്ട് എന്നുള്ള പദം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്താം? നോട്ട് ടു എന്ന് എഴുതാം. ഡോണ്ട് എന്നുള്ള പദം ഇല്ലെങ്കിലോ അവിടെ ടു വെച്ച് ആരംഭിക്കണം. അപ്പൊ എന്താ വരിക? ഷീ റിക്വസ്റ്റഡ് ഹിം ടു ഹെൽപ്പ് ദ ബെഗർ. ടു ഹെൽപ്പ് ദ ബെഗർ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ശ്രദ്ധിക്കണം. കമാൻഡ് ആണെങ്കിലും റിക്വസ്റ്റ് ആണെങ്കിലും ശ്രദ്ധിക്കുക. കമാൻഡ് ആണെങ്കിൽ ഓർഡർ ചെയ്ത, റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് എഴുതുക. ഓക്കെ, ശരി. പ്ലീസ് എന്ന പദം ഉണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ആയിരിക്കും, റിക്വസ്റ്റ് എഴുതുക. പിന്നീട് വരുന്ന ഭാഗം, ആ ഡയറക്റ്റ് സ്പീച്ചിലെ ഭാഗം ടു അല്ലെങ്കിൽ നോട്ട് ടു കൊണ്ട് ആരംഭിക്കണം. നോട്ട് ടു കൊണ്ട് ആരംഭിക്കണമെങ്കിൽ ഇവിടെ ഡോണ്ട് കൊണ്ട് തുടങ്ങണം. ഇവിടെ ഡോണ്ട് കൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നോട്ട് ടു എന്ന് എഴുതുക. ബാക്കിയുള്ള ഭാഗം മൊത്തം എഴുതുക. നോട്ട് ടു ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? ടു വെച്ച് ആരംഭിക്കണം. ബാക്കിയുള്ള ഭാഗം മൊത്തം എഴുതണം. പിന്നെ ശ്രദ്ധിക്കണം, റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ പ്ലീസ് ഉണ്ടാവില്ലേ, അത് ആവർത്തിച്ച് താഴെ എഴുതാൻ പാടില്ല. എഴുതിയ തെറ്റ. ആ പ്ലീസ് ഉള്ള പദം എഴുതാൻ പാടില്ല. കാരണം ഇവിടെ റിക്വസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും അവിടെ പ്ലീസ് എന്ന് എഴുതാൻ പാടില്ല. അത് ശ്രദ്ധിക്കാട്ടോ. അപ്പൊ ഷീ സെഡ് ടു ഹിം ഹെൽപ്പ് ദ ബെഗർ പ്ലീസ്. എങ്ങനെ വരിക? ഷീ റിക്വസ്റ്റഡ് ഹിം സെഡ് ടു എന്താക്കി മാറ്റണം? റിക്വസ്റ്റഡ്. പിന്നീടുള്ള ഭാഗം ടു അല്ലെങ്കിൽ നോട്ട് ടു കൊണ്ട് ആരംഭിക്കണം. കമാൻഡ് ആണെങ്കിലും റിക്വസ്റ്റ് ആണെങ്കിലും ഈ കോമയ്ക്ക് ശേഷമുള്ള ഭാഗം ടു അല്ലെങ്കിൽ നോട്ട് ടു കൊണ്ട് ആരംഭിക്കണം. നോട്ട് ടു കൊണ്ട് ആരംഭിക്കണമെങ്കിൽ ഇവിടെ ഡോണ്ട് വെച്ച് തുടങ്ങണം. ചോദ്യം ഉണ്ടോ? ഇല്ല. ഇനി ഡോണ്ട് ഇല്ലെങ്കിൽ നോക്കണം, ടു വെച്ച് ആരംഭിക്കുക. ബാക്കിയുള്ള ഭാഗം മൊത്തം താഴെ കൊണ്ടുവരാം. അപ്പൊ ടു ഹെൽപ്പ് ദ ബെഗർ. പിന്നെ പ്ലീസ് ഇവിടെ താഴെ എഴുതാൻ പാടില്ല. കാരണം ഈ പ്ലീസ് എന്ന പദം ഇവിടെ റിക്വസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ പ്ലീസ് താഴെ എഴുതാൻ പാടില്ല. എഴുതിയ തെറ്റാ. ഓക്കെ, ശരി.
അപ്പൊ ഇങ്ങനെയാണ് ഒരു ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ് രൂപത്തിലുള്ള സെന്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, ഇനി ഒരു എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസിനെ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒരു എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസിനെ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചാൽ എക്സ്ക്ലമേറ്ററി മാർക്ക് പറഞ്ഞാൽ ആശ്ചര്യ ചിഹ്നം അല്ലെ. അപ്പൊ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചിരിക്കുന്ന സെന്റൻസിനെ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം അതാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നോക്ക്, ഷീൻ എഴുതാ അല്ലെ. ഇനി ഇവിടെ നോക്കൂ, സെഡ് അതേപോലെ എടുത്തെഴുതാൻ പാടുണ്ടോ? ഇല്ല. കാരണം എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചാൽ ആ സെഡ് എന്നുള്ളത് എന്താക്കി മാറ്റണം? അവിടെ സെഡ് ടു ആണെങ്കിലും സെഡ് ആണെങ്കിലും സെഡ് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കട്ടോ. എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചാൽ അത് സെഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സാധാരണ PSC എക്സാമിനൊക്കെ ചോദിക്കുക. അപ്പൊ എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചാൽ ആ സെഡിനെ എന്താക്കി മാറ്റണം? എക്സ്ക്ലൈമഡ് എന്നാക്കി മാറ്റണം. എന്താക്കി മാറ്റണം? എക്സ്ക്ലൈമഡ്. എന്താക്കി മാറ്റണം? എക്സ്ക്ലൈമഡ്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എക്സ്ക്ലൈമഡ് കണ്ട അതിനുശേഷം എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. അതൊക്കെ ബാക്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. എക്സ്ക്ലൈമഡ് കണ്ട എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. അപ്പൊ ഷീ എക്സ്ക്ലൈമഡ് ദാറ്റ്. ഓക്കെ, ഷീ. ഇനി നോക്കൂ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇറ്റ് ഈസ്. എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചിരിക്കുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഉടനെ വാട്ട് അല്ലെങ്കിൽ ഹൗ ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും ഉറപ്പാ. ഇതിൽ ആരെങ്കിലും ഒരാൾ വരുള്ളൂ. എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചിരിക്കുന്ന സെന്റൻസ് ആണെങ്കിൽ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഉടനെ ഹൗ അല്ലെങ്കിൽ വാട്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവുന്ന ഉറപ്പാണ്. ഓക്കെ, ശരി. ഇവിടെ വാട്ടാ വന്നിരിക്കുന്നത് അല്ലെ. ശരി. അപ്പൊ എങ്ങനെയാണ് മാറ്റുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചിരിക്കുന്ന സെന്റൻസ് ആണെങ്കിൽ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞുടനെ ഹൗ അല്ലെങ്കിൽ വാട്ട് ഇതൊന്നും ഇവിടെ ആൻസർ എഴുതി വെക്കാൻ പാടില്ല. പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഷീ എക്സ്ക്ലൈമഡ് ദാറ്റ്, ദാറ്റ് വരെ എഴുതുക. എന്നിട്ട് അവസാനത്തെ രണ്ടാൾക്കാർ ആ ചോദ്യത്തിൽ ആരെ നോക്കുക, അയാളെ തുടക്കത്തിൽ കൊണ്ടുവരിക. രണ്ടാളെ അവസാനം തുടക്കം കൊണ്ടുവരിക. ഇറ്റൊന്നും ഒരിക്കലും മാറ്റരുത്. ഇറ്റിനെ അതേപോലെ ദിസ് ദാറ്റ് ആക്കണം. ഇറ്റിനെ ഒരിക്കലും മാറ്റാൻ പാടില്ല, മറക്കരുത്. ഇറ്റിനൊന്നും ഡയറക്റ്റ് സ്പീച്ചിൽ ഇറ്റാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഇറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇറ്റിനെ അതേപോലെ എഴുതുക. ഇവിടെ ഈസ് ഉണ്ട് അല്ലെ. നിങ്ങൾ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഈസും ആമൊക്കെ എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ഇറ്റ് വാസ്. ഓക്കെ, അപ്പൊ അവസാനത്തെ രണ്ടാൾക്കാർ ഇറ്റ് ഈസ് ആണ്, അത് ഇറ്റ് വാസ് ആയിട്ട് മാറി. ഓക്കെ, ഇറ്റിന് അതേപോലെ എടുത്തത് ഈസ് വാസ് ആക്കുക. ഇനി നോക്കുക, ഇറ്റ് വാസ്. ഇനി നോക്കുക ശ്രദ്ധിക്കുക. ഈ ആദ്യം ഞാൻ പറഞ്ഞു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഉടനെ ഹൗ അല്ലെങ്കിൽ വാട്ട് ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടാവും ഉറപ്പാണ്. ഓക്കെ, അതിലൊരു കാര്യം കൂടി പറയാണ്ട്, അതിലെ വാട്ട് കഴിഞ്ഞ ഉടനെ എ എന്നുള്ള പദം ഉണ്ടാവും. എ എന്നുള്ള പദം ഉണ്ടാവും. ഹൗന് ശേഷം അത് ഉണ്ടാവില്ല. ഹൗന് ശേഷം ഉണ്ടാവില്ല. വാട്ട് എന്നുള്ള പദം കഴിഞ്ഞ ഉടനെ എ ഉണ്ടാവും. ഹൗ ആണെങ്കിൽ അത് ഉണ്ടാവില്ല. ആ എ ഉണ്ടെങ്കിൽ അതും താഴെ എഴുതണം, മറക്കരുത്. താഴെ എഴുതണം, മറക്കരുത്. ഓക്കെ, അതോ അപ്പൊ എന്താ പറഞ്ഞത്? സെഡ് എന്താക്കി മാറ്റണം? എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ച സെന്റൻസ് ആണെങ്കിൽ സെഡ് എന്താക്കി മാറ്റണം? എക്സ്ക്ലൈമഡ്. എക്സ്ക്ലൈമഡ് കൊണ്ട് എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഡയറക്റ്റ് സ്പീച്ചിലെ അവസാനത്തെ രണ്ടാൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരും. ഇറ്റാണ്, ഇറ്റിന് അതേപോലെ കൊണ്ടുവരും. ഈസ് ഉണ്ടാക്കുക, വാസ് ആക്കുക. ഇനി ഞാൻ പറഞ്ഞു ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഹൗ അല്ലെങ്കിൽ വാട്ട് ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടാവും അല്ലെ. പിന്നെ എന്താ പറഞ്ഞത്? അതിൽ വാട്ട് ആണെങ്കിൽ വാട്ട് കഴിഞ്ഞ ഉടനെ എ ഉണ്ടാവും. ഹൗ ആണെങ്കിൽ എ ഉണ്ടാവില്ല. ഇവിടെ വാട്ടാണ്, അപ്പൊ എ ഉണ്ട്. ആ എ അതേപോലെ എടുത്തിടുക. പിന്നെ ശ്രദ്ധിച്ചോളൂ, ആ ചോദ്യത്തിൽ നോക്കണം. അതിൽ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാവും. എന്താ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല്? ഒരു വിശേഷിപ്പിക്കുന്ന പദം. ഇപ്പോ സുന്ദരിയായ പെൺകുട്ടി, സുന്ദരിയായ അഡ്ജക്റ്റീവാണ്. ഇൻട്രസ്റ്റിംഗ് മൂവി, ഇൻട്രസ്റ്റിംഗ് അഡ്ജക്റ്റീവാണ്. ലവ്ലി ബുക്ക്, ലവ്ലി അഡ്ജക്റ്റീവാണ്. ആ ഒരു പദം ഉണ്ടാവും. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബ്യൂട്ടിഫുൾ എന്നോ, ഹാൻസം എന്നോ, ഇൻട്രസ്റ്റിംഗ് എന്നോ, ലവ്ലി എന്നോ എന്തെങ്കിലും ഒരു പദം ഉണ്ടാവും. അതാണ് എന്തെന്ന് വിളിക്കുക? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുക. ആ അഡ്ജക്റ്റീവിന് തൊട്ട് മുമ്പ് വെരി ചേർക്കുക. എന്നിട്ട് ആ ബാക്കിയുള്ള ഭാഗം മൊത്തം താഴെ കൊണ്ടുവരിക. ഒരു മാറ്റവും വരുത്താൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഇറ്റ് ഈസ് അവസാനത്തെ രണ്ടാൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇറ്റ് ഈസ് എന്തായിട്ട് മാറും? ഇറ്റ് വാസ്. എന്നിട്ട് നോക്കുക, ആ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞ ഉടനെ വാട്ട് അല്ലെങ്കിൽ ഹൗ ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവുന്ന ഉറപ്പാണ്. അതിൽ വാട്ട് ഹൗ ഇത് രണ്ടും ആ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എഴുതാൻ പാടില്ല. അതിൽ വാട്ട് കഴിഞ്ഞ ഉടനെ എ ഉണ്ടാവും. അത് താഴെ കൊണ്ടുവരിക. പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ? ഞാൻ പറഞ്ഞു, ആ ചോദ്യത്തിൽ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാവും. ഒരു വിശേഷിപ്പിക്കുന്ന പദം. ബ്യൂട്ടിഫുൾ എന്നോ, അതേപോലെ ഇൻട്രസ്റ്റിംഗ് എന്നോ, ലവ്ലി എന്നോ എന്തെങ്കിലും ഒരു പദം ഉണ്ടാവും. ഓക്കെ, അത് ഇവിടെ ഉണ്ട്. ബ്യൂട്ടിഫുൾ. അതിന് തൊട്ട് മുമ്പ് വെരി നിർബന്ധമായി ചേർക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം മൊത്തം താഴെ കൊണ്ടുവരിക. അപ്പൊ പറയും ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് ആൻസർ വരിക. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഷീ എക്സ്ക്ലൈമഡ് ദാറ്റ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ വരിക. ഇനി അടുത്ത ചോദ്യം എന്താ?
ഷീ സെഡ് ഹൗ ലവ്ലി ഇറ്റ് ഈസ്, ഹൗ ലവ്ലി ഇറ്റ് ഈസ്, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ പറയൂ. അപ്പൊ എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഷീ എക്സ്ക്ലൈംഡ്, ഷീ എക്സ്ക്ലൈംഡ്, എക്സ്ക്ലൈംഡ് ആണ് എതിരെ ശ്രദ്ധിച്ചു ചേർക്കണം, ദാറ്റ് ചേർക്കണം. ഓക്കെ, ശരി. ഇനി നോക്കുക, എക്സ്ക്ലമേറ്ററി സെൻസ് ആണ്. അപ്പൊ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാം? അവസാനത്തെ രണ്ടാൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇറ്റ് ആണ് തുടക്കം, ഇറ്റിനെ മാറ്റം വരുത്താൻ പാടില്ല. ഇനി ഈസ് ഉണ്ട്, ഈസ് എന്താക്കി മാറ്റണം, വാസ് ആക്കി മാറ്റണം അല്ലെ. ഓക്കെ, ഇനി നോക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എന്താണ് ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടർ കോമ കഴിഞ്ഞ ഉടനെ എക്സ്ക്ലമേറ്ററി സെൻസ് ആണെങ്കിൽ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടർ കോമ കഴിഞ്ഞ ഉടനെ ഹൗ അല്ലെങ്കിൽ വാട്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവുന്ന ഉറപ്പാണ്. അത് രണ്ടും റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതാൻ പാടില്ല. ഓക്കെ, ബാക്കിയുള്ള ഭാഗം മൊത്തം എഴുതണമെന്ന് മാത്രമല്ല അതിൽ അഡ്ജക്റ്റീവിന് തൊട്ട് മുമ്പ് വെരി ചേർക്കണം. ഇവിടെ അഡ്ജക്റ്റീവ് ആരാ? ലവ്ലി. അപ്പൊ അതിന് തൊട്ടും എന്ത് ചേർക്കുക? വെരി ചേർത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇറ്റ് വാസ് വെരി ലവ്ലി, ഇതാണ് ആൻസർ വരിക. പിന്നെ ഞാൻ പറഞ്ഞു വാട്ട് ആണെങ്കിൽ അതിന് ശേഷം എ ഉണ്ടാവും, ഹൗ ആണെങ്കിൽ അതിന് ശേഷം എ ഉണ്ടാവില്ല. ആ എ ഉണ്ടെങ്കിൽ വാട്ടിന് ശേഷം എ ഉണ്ടെങ്കിൽ ആ എ നിർബന്ധമായി താഴെ കൊണ്ടുവരണം. ഹൗവിന് ശേഷം എ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരിക? ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് വെരി ലവ്ലി, ഇതാണ് ആൻസർ വരിക. ഓക്കെ, ശരി. ഇനി അവസാനത്തെ ചോദ്യം എന്താ? ഷീ സെഡ് വാട്ട് എ ലവ്ലി ബുക്ക് ഇറ്റ് ഈസ്, ഷീ സെഡ് വാട്ട് എ ലവ്ലി ബുക്ക് ഇറ്റ് ഈസ് അല്ലെ. ഓക്കെ, അപ്പൊ പറയും ഹീ സെഡ് അല്ലെ, ഹീ ആണ് സെഡ്, ഹീ സെഡ് വാട്ട് എ ലവ്ലി ബുക്ക് ഇറ്റ് ഈസ് അല്ലെ. അപ്പൊ എന്താ ആൻസർ വരിക? ഹീ സെഡ് സോറി, സി സെഡ് എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല, കാരണം ഇത് എക്സ്ക്ലമേറ്ററി സെൻസ് ആണ്. അപ്പൊ ഹി സെഡ് എന്ന് എന്തായിട്ട് പറഞ്ഞ സെഡ് എന്താക്കി മാറ്റണം? ഇവിടെ എക്സ്ക്ലൈംഡ് എന്നാക്കി മാറ്റണം. സെഡ് എന്താക്കി മാറ്റണം? എക്സ്ക്ലൈംഡ്. എക്സ്ക്ലമേറ്ററി സെൻസ് ആണ്. അപ്പൊ ഇവിടെ സെഡ് എന്ന് കണ്ട എന്താക്കി മാറ്റണം? എക്സ്ക്ലൈംഡ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, ബാക്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്ക്ലൈംഡ് ആണ്, അതിന് ശ്രദ്ധ ചേർക്കണം, ദാറ്റ് ചേർക്കണം, മറക്കരുത് കേട്ടോ. ശരി, ഇനി ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പൊ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താ? ഓക്കെ, ആ ചോദ്യത്തിലെ അവസാനത്തെ രണ്ട് ആൾക്കാർ ആരാണ് നോക്കുക, അവരിങ്ങോട്ട് കൊണ്ടുവരിക അല്ലെ. ഞാൻ ചോദ്യത്തിൽ നോക്കുക, ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടർ കോമ കഴിഞ്ഞ ഹൗ അല്ലെങ്കിൽ വാട്ട്, ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടാവും ഉറപ്പ്. അത് രണ്ടും റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതാൻ പാടില്ല. ഓക്കെ, അത് മറക്കരുത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അവസാനത്തെ രണ്ടാൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇറ്റ് ഈസ് അല്ലെ, ഇറ്റ്. ഇനി ഈസ് എന്താ? ഇറ്റിന് അതേപോലെ കൊണ്ടുവരിക. ഈസ് എന്താക്കി മാറ്റം? ഇവിടെ സെഡ് ആണ്. അപ്പൊ ഈസും ആമൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കി മാറ്റണം? വാസ്. അതൊക്കെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ബാക്കിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് വാസ്. ഓക്കെ, ഇനി നോക്കുക, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടർ കോമ കഴിഞ്ഞ ഉടനെ ഹൗ അല്ലെങ്കിൽ വാട്ട് ഇതൊന്നും അവിടെ ആൻസറിൽ എഴുതി വെക്കാൻ പാടില്ല, അതൊക്കെ ഒഴിവാക്കുക. ഓക്കെ, ബാക്കിയുള്ള ഭാഗം മൊത്തം എഴുതണമെന്ന് മാത്രമല്ല അഡ്ജക്റ്റീവിന് തൊട്ട് മുമ്പ് എന്ത് ചേർക്കണം? വെരി ചേർക്കണം. ഇവിടെ അഡ്ജക്റ്റീവ് ആരാ? ഇവിടെ അഡ്ജക്റ്റീവ് ആണ് വെരി. ഇവിടെ അഡ്ജക്റ്റീവ് ആരാണ്? ലവ്ലി ആണ് അഡ്ജക്റ്റീവ്. തൊട്ട് മുമ്പ് വെരി ചേർത്തിട്ട് ഈ ഭാഗം മൊത്തം അങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ ഞാൻ പറഞ്ഞു വാട്ട് ആണെങ്കിൽ അതിനുശേഷം എ ഉണ്ടാവും, ഹൗ ആണെങ്കിൽ എ ഉണ്ടാവില്ല. വാട്ട് ആണ്, അപ്പൊ അതിനുശേഷം എ വന്നിട്ടുണ്ട്. ആ എ ഒക്കെ ഇവിടെ എഴുതി വെക്കണം. ഇറ്റ് വാസ് എ. ഓക്കെ, ഞാൻ അഡ്ജക്റ്റീവിന് തൊട്ടുമ്പോ വെരി ചേർക്കുക. വെരി അല്ലെ, വെരി. ഇറ്റ് വാസ് എ വെരി ലവ്ലി ബുക്ക്. അപ്പൊ എന്താ ആൻസർ വരിക? He exclaimed that it was a very lovely book. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ശരി. ഇങ്ങനെയാണ് ഒരു എക്സ്ക്ലമേറ്ററി മാർക്കിൽ അവസാനിച്ചിരിക്കുന്ന സെന്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടി ഞാൻ പറയാം. സെഡ് എന്നുള്ളത് എന്താക്കി മാറ്റണം? എക്സ്ക്ലൈംഡ് എന്നാക്കി മാറ്റണം. പിന്നെ എക്സ്ക്ലൈംഡ് കഴിഞ്ഞുടനെ എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. എന്നിട്ട് അവസാനത്തെ രണ്ടാൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, അത് ഏറെക്കുറെ എല്ലാ ചോദ്യത്തിലും വരുന്നത് ഇറ്റ് ഈസ് ആയിരിക്കും. അത് ഇറ്റ് വാസ് എന്നാക്കി മാറ്റുക. എന്നിട്ട് ആ ആദ്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞുടനെ ഹൗ അല്ലെങ്കിൽ വാട്ട് ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. അത് രണ്ടും റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതാൻ പാടില്ല. ബാക്കിയുള്ള ഭാഗം മൊത്തം എഴുതണമെന്ന് മാത്രമല്ല അഡ്ജക്റ്റീവിന് തൊട്ട് മുമ്പ് വെരി ചേർക്കുക അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞു വാട്ട് ഉണ്ടെങ്കിൽ അതിന് ശേഷം എ ഉണ്ടാവും, ഹൗ ഉണ്ടെങ്കിൽ എ ഉണ്ടാവില്ല. ആ എ ഒക്കെ ഉണ്ടെങ്കിൽ അത് അതേപോലെ താഴെ എടുത്ത് എഴുതണം, മറക്കരുത്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് പറഞ്ഞത്. ഇതിലെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ബൈ.